ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. But to me there is a bigger question. What is the UDF and the Congress party going to do once they win the election? അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. This is the question in front of the leaders of the UDF and the Kerala Congress. ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത്. There is a huge unemployment problem in this state. ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും. And I am confident that the leadership on this stage has the ability to understand what the people of Kerala want and deliver what the people of Kerala need. ഈ ജനതയ്ക്ക് വേണ്ടതെന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തുമുള്ള നേതൃത്വം ഈ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായിട്ടുണ്ട് എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ്. For any government to succeed, the leadership needs to be accessible to the people. ഏത് സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനത, സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെന്റുകൾ മാറണം. The leadership has to merge with the people. ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. എനിക്ക് തീർച്ചയാണ് UDFന്റെ നേതൃത്വം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അവർ അവരുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന്റെ ഭാഗമായി ഇന്നാട്ടിലെ ജനതയുമായി ഇഴകിച്ചേർന്ന് അവരുടെ ശബ്ദത്തെ, അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവിക്കൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ മാറ്റും.